ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷ്യസ് ക്ലാസ് റൂം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡ് ബയോളജി ഇംഗ്ലീഷ് മീഡിയം 3rd ചാപ്റ്റർ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്, അതിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് ഓരോ പോയിൻറ്റും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ പോയിൻറ്റിൻ്റെയും മീനിങ് പറഞ്ഞുകൊണ്ട് പോണത്. അപ്പോൾ ശരിക്കും വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് കാണുക, നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. പിന്നെ ഫസ്റ്റ് 2 ചാപ്റ്റർ ക്ലാസ്സും അതിൻ്റെ നോട്ട്സും കിട്ടാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്. ഇതിൻ്റെ ക്ലാസ് നല്ല വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഉള്ള ക്ലാസ് ഉണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, the body system which carry out the transport of material transport ചെയ്യുന്ന ബോഡി സിസ്റ്റം ഏതാണ്? സർക്കുലേറ്ററി സിസ്റ്റം. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? ബ്ലഡ് ആൻഡ് ലിംഫ് അല്ലേ, ഇത് ക്യാരി ചെയ്യുന്ന സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി ഹ്യൂമൻ ബ്ലഡിൽ 55% പ്ലാസ്മ ആണ് അഥവാ ഫ്ലൂയിഡ്, 45% ബ്ലഡ് സെൽസ് ആണ്. പ്ലാസ്മ 90 to 92% water, 7 to 8% proteins, albumin, globulin, fibrinogen. Other substances like fat, sugar, salt, hormones, urea, etc. 45% of blood cells red blood corpuscles അഥവാ RBCയും white blood corpuscles അഥവാ WBCയും പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻസ്, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ആൽബുമിൻ്റെ ഫങ്ഷൻ റെഗുലേറ്റ് BP അഥവാ ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ സിന്തസിസ് ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റിക്കുള്ള ആൻറ്റിബോഡീസ് സിന്തസിസ് ചെയ്യുകയാണ് ഗ്ലോബുലിൻ്റെ ഫങ്ഷൻ. ഫൈബ്രിനോജൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. എന്തിനാണ്? ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനാണ് ഫൈബ്രിനോജൻ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. എക്സാമ്പിൾ ഫോർ എൻ ആൻറ്റികൊയാഗുലൻറ്റ് സബ്സ്റ്റൻസ് വിച്ച് പ്രിവെൻറ്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ പേര് പറയാനാണ്. EDTA. എന്താണത്? എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, മേജർ സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബ്ലഡ് പ്ലാസ്മയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമൻ ഹാർട്ടിൻ്റെ പൊസിഷൻ എവിടെയാണ്? പ്ലേസ്ഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി, ബിഹൈൻഡ് സ്റ്റേർണം, ഇൻ ബിറ്റ്വീൻ ദ ലങ്സ്. സൈസ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് വൺസ് ഫിസ്റ്റ്. ഒരാളുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ച ആ മുഷ്ടിയുടെ വലുപ്പമാണ് എന്തിനുള്ളത്? ഹാർട്ടിന് ഉള്ളത്. വെയ്റ്റ് അബൌട്ട് 300 gram. എൻവലപ്പ് പെരികാർഡിയം, എ ഡബിൾ മെംബ്രെയിൻ വിത്ത് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻസൈഡ്. അതായത് ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് പെരികാർഡിയം. അതിന് ഫില്ല് ചെയ്തിട്ട് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അടുത്തത് ചേമ്പേഴ്സാണ്. 4 ചേമ്പേഴ്സാണ് ഹാർട്ടിനുള്ളത്. അപ്പർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയ ആൻഡ് ലോവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസ്. ആർട്ടറീസ് pulmonary artery, deoxygenated blood, aorta, oxygenated blood. Veins, pulmonary vein, oxygenated, inferior, superior vena cava, deoxygenated. എന്താ പറഞ്ഞത്? ആർട്ടറീസ്, പൾമനറി ആർട്ടറിയും അയോർട്ടയും ഉണ്ട്. അതിൽ പൾമനറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അയോർട്ട ക്യാരി ചെയ്യുന്നതോ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. വെയിൻസ്, പൾമനറി വെയിൻ ഉണ്ട്, ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീനക്കാവ ഉണ്ട്. അതിൽ പൾമനറി വെയിൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡും
ഇൻഫീരിയർ സുപ്പീരിയർ വെയിന കവ ക്യാരി ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. വാൾവ്സ് ബിറ്റ്വീൻ ചേമ്പേഴ്സിന് ഇടയിലെ വാൾവ്സ് ഏതാണ്? ട്രൈകസ്പിഡ് വാൾവ് റൈറ്റ് ആൻഡ് ബൈകസ്പിഡ് വാൾവ് ലെഫ്റ്റ്. അതായത് രണ്ട് ചേമ്പേഴ്സിന് ഇടയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബൈകസ്പിഡ് വാൾവ്. ഓക്കെ, വാൾവ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ആർട്ടറീസിൻ്റെ ബിഗിനിങ്ങിൽ കാണുന്ന വാൾവ് അയോട്ടിക് വാൾവ് ആൻഡ് പൾമനറി വാൾവ്. ഓക്കെ, അടുത്തതായിട്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ വേണ്ട. ഈ ഡയഗ്രാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് ഏതൊക്കെയാണ്, ആർട്ടറീസ് ഏതൊക്കെ, വെയിൻസ് ഏതൊക്കെ, വാൾവ് ഏതൊക്കെ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വരയ്ക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലാസ് എടുക്കുമ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എന്തായാലും അത് കാണണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതാക്കി പറയുന്നില്ല. ഇതിൽ ചേമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്, നമ്മൾ മുകളിൽ പറഞ്ഞതൊക്കെ തന്നെ ആ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കോപ്പി ചെയ്ത് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ബ്ലഡ് വെസൽസ്, ആർട്ടറി, വെയിൻ ആൻഡ് കാപ്പിലറീസ്. ആർട്ടറി ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറി എന്ന് പറയുന്നത്. 3 ലെയേർഡ് തിക്ക് വാൾ, നോ വാൾസ് ആർ സീൻ. അപ്പോൾ ഇത് 3 ലെയേഴ്സാണ്, അത് തിക്ക് വാളാണ് ആർട്ടറി. നോ വാൾവ്സ് ആർ സീൻ, ഒരു വാൾവ് ഒന്നും കാണുന്നില്ല ആർട്ടറിയിൽ. വെയിൻ ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസലാണ് വെയിൻ എന്ന് പറയുന്നത്. 3 ലെയേർഡാണ്, തിൻ വാളാണ്. വാൾവ്സ് ആർ സീൻ, അതിനിടയിൽ വാൾവ് കാണുന്നുണ്ട്. കാപ്പിലറീസ് ആണ് നെക്സ്റ്റ്. കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻ, ആർട്ടറിയെയും വെയിനെയും കണക്ട് ചെയ്യുന്നതാണ് കാപ്പിലറീസ്. സിംഗിൾ ലെയേർഡ് വാൾ വിത്ത് പോർസൊക്കെ ഉള്ള, അതായത് സുഷിരങ്ങളൊക്കെ ഉള്ള ഒരു തിൻ വാൾവായിട്ടുള്ള ഒരു കണക്ഷൻ, സിംഗിൾ ലെയർ കണക്ഷനാണ് ആർട്ടറിയെയും വെയിനിനെയും കണക്ട് ചെയ്യുന്നതാണ് കാപ്പിലറീസ്. ഓക്കെ, പേസ് മേക്കർ. എന്താണ് പേസ് മേക്കർ? സ്പെഷ്യൽ മസിൽസ് ഓഫ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് seen at the anterior part of atrium, known as pacemaker, because of the initiation and regulation of heartbeat are carried out by this part. എന്താണ് പറഞ്ഞത്? അതായത് റൈറ്റ് സൈഡ് ഏട്രിയത്തിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ കാണുന്ന, മുകൾ വശത്തായിട്ട് കാണുന്ന ഹാർട്ട് ബീറ്റിനെ ഇനിഷ്യേറ്റ് എടുക്കുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡിനെയാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർക്കുലേഷൻ ഓഫ് ബ്ലഡാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്, എന്നാൽ ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. അതിൽ പൾമനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്, ഹാർട്ടും ലങ്സും തമ്മിലുള്ള ബ്ലഡ് സർക്കുലേഷനാണ് പൾമനറി സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാലോ സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് പാർട്സ്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഹാർട്ടിനും തമ്മിൽ ഇടയിലുള്ള സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, വീനക്കാവ, സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയിലൂടെയും ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഓക്കെ, എന്ത് ബ്ലഡാണ് റൈറ്റ് ഏട്രിയത്തിലെത്തുക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുകയും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറിയിലൂടെ അത് ലങ്സിലെത്തുന്നു. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡായി അത് പൾമനറി വെയിൻസിലൂടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുകയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ഓക്കെ, പിന്നെ ഇവിടെ റിമെമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കണേ, ദോസ് വെസൽസ് ദാറ്റ് ക്യാരി ടു ഏട്രിയ ആർ വെയിൻസ്. ഏട്രിയയിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽസ്, ബ്ലഡ് വെസൽസ് വെയിൻസ് ആണ്. ആൻഡ് ദോസ് വെസൽസ് ദ ക്യാരി ബ്ലഡ് ഫ്രം ദ വെൻട്രിക്കിൾ, വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആർട്ടറീസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ?
Next question, why do the blood flow to the arteries and not flow back to the atria when the ventricles contract? അതായത് വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ഏട്രിയയിലേക്ക് ബ്ലഡ് പോവാതെ ആർട്ടറീസിലേക്ക് പോകുന്നത്, തിരിച്ചു പോകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. The pulmonary valve and aortic valve prevent the backflow of blood to the atria. എന്താണ് അതിനുള്ള ആൻസർ? പൾമനറി വാൾവും അയോട്ടിക് വാൾവും ബാക്ക് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, തടയുന്നു. ഓക്കെ, ഏട്രിയയിലേക്ക് ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ചു പോകുന്നതിനെ ആര് തടയുന്നു? പൾമനറി വാൾവും അയോട്ടിക് വാൾവും. നെക്സ്റ്റ്, വൈ ഈസ് അവർ ബ്ലഡ് സർക്കുലേഷൻ കോൾഡ് എ ഡബിൾ സർക്കുലേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്? വെൻ ബ്ലഡ് ഫ്ലോസ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് വൈസ് വേഴ്സ. എന്താ പറഞ്ഞത്? ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ്? ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയുണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്കും ഉണ്ട് അല്ലേ, തിരിച്ചുമുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പാസസ് ട്വൈസ് through the chambers of heart, hence it is called as a double circulation. ഇതുകൊണ്ട് തന്നെ ഇത് ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിലൂടെ 2 പ്രാവശ്യം ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട് അല്ലേ, ഇതുകൊണ്ടാണ് ഇതിന് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അയോട്ട ആൻഡ് പൾമനറി വെയിൻസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അയോട്ടയും പൾമനറി വെയിൻസും ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. എന്നാൽ ഏതൊക്കെയാണ്? ഡാഷ് ആൻഡ് ഡാഷ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. വീന കാവ ആൻഡ് പൾമനറി ആർട്ടറി. വീന കാവയും പൾമനറി ആർട്ടറിയും ആണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ്, പോർട്ടൽ സർക്കുലേഷൻ. സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഫ്രം വൺ ഓർഗൻ ടു അനദർ ഓർഗൻ ബിഫോർ റീച്ചിങ് ഹാർട്ട് ത്രൂ ദ പോർട്ടൽ വെയിൻസ്. എന്താണ് പോർട്ടൽ സർക്കുലേഷൻ? പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ, അതായത് ബ്ലഡ് ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ്, ഓക്കെ, ത്രൂ ദ പോർട്ടൽ വെയിൻ. എങ്ങനെ? പോർട്ടൽ വെയിനിലൂടെ അത് ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിൽ എത്തുന്നതിനെയാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, ദാറ്റ് ഈസ് ഫ്രം ഇൻറ്റെസ്റ്റൈൻ ടു ലിവർ, ഓക്കെ, ദെൻ ഹാർട്ട്. ഓക്കെ, നെക്സ്റ്റ്, പോർട്ടൽ സർക്കുലേഷന് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കാപ്പിലറീസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ, ഹെപ്പാറ്റിക് പോർട്ടൽ വെൽ, കാപ്പിലറീസ് ഇൻ ദ ലിവർ, ഹെപ്പാറ്റിക് വെയിൻ, വീന കാവ, ഹാർട്ട്. ഓക്കെ, അത്രയുമാണ്. നെക്സ്റ്റ് പോയിൻ്റ്, വൈ ഡു ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ? എന്തിനാണ് ലിവറിൽ ന്യൂട്രിയൻസ് എത്തുന്നത്? ടു സ്റ്റോർ ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യുന്നതിനും ടു റിലീസ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്, ഫാറ്റി ആസിഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടു പ്രൊഡ്യൂസ് കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ആൻഡ് ടു ഡിസ്ട്രോയ് പാത്തോജൻസ് ഇഫ് പ്രസൻറ്റ്. ഏതെങ്കിലും പാത്തോജൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ന്യൂട്രിയൻസ് ലിവറിൽ എത്തുന്നത്. നെക്സ്റ്റ് ഹാർട്ട് ബീറ്റ് ആണ്. വൺ ഹാർട്ട് ബീറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ്. ഹാർട്ട് ചേമ്പേഴ്സിൻ്റെ ഒരു കോൺട്രാക്ഷനും ഒരു റിലാക്സേഷനും ചേർന്നതാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷനെ സിസ്റ്റോൾ എന്നും റിലാക്സേഷനെ ഡയസ്റ്റോൾ എന്നും പറയുന്നു. Normal heartbeat is 72 per minute, 8 seconds in between 2 consecutive heartbeats. During systole, blood flow from the atria to the ventricles and from the ventricle to the outside. During diastole, atria of the heart get filled with blood through veins. എന്താ പറഞ്ഞത്? ഡ്യൂറിങ് സിസ്റ്റോളിൻ്റെ ടൈമിൽ ബ്ലഡ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് പോവുകയും വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഡ്യൂറിങ് ഡയസ്റ്റോൾ ഏട്രിയ ഓഫ് ദ ഹാർട്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. ഡയസ്റ്റോളിലെ ഏട്രിയ ബ്ലഡ് ഫില്ലാവുകയും ത്രൂ വെയിൻസിലൂടെ ബ്ലഡ് ഫില്ലാവുകയും ചെയ്യുന്നു. അബൌട്ട് -ml of blood is pumped into the arteries എവറി ടൈം ദ ഹാർട്ട് കോൺട്രാക്ട്. ഓരോ പ്രാവശ്യവും ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എത്ര ml ബ്ലഡാണ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുന്നത്? 70 ml ആണ്. ഓക്കെ, പൾസ്. ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഫെൽ ത്രൂ ഔട്ട് ദ വാൾ ഓഫ് ആർട്ടറീസ്. ആർട്ടറീസിൻ്റെ വാളിൽ കാണുന്ന ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്സ് ആണ്
ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ചേമ്പർ. ഹാർട്ട് ചേമ്പറിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷൻ്റെയും ഭാഗമായിട്ട് ആർട്ടറീസിൻ്റെ വാളിലുണ്ടാവുന്ന ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് പൾസ് എന്ന് പറയുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg. This means the high pressure of systolic pressure is 120 mmHg and the low pressure or diastolic pressure is 80 mmHg. അതായത് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg എന്നാണ് പറയുന്നത്. അതായത് ഹൈ സിസ്റ്റോളിക് പ്രഷർ 120 mm, ലോ പ്രഷർ ഓർ ഡയസ്റ്റോളിക് പ്രഷർ 80 mm ആണ്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? സ്ഫിഗ്മോ, മാനോമീറ്റർ ആൻഡ് ഡിജിറ്റൽ BP apparatus. Hypertension and hypotension. The condition in which the blood pressure increase above the normal rate is called hypertension. Hypertension എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് നോർമൽ റേറ്റിലും കൂടുതലാവുക. ഇതിനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. റീസൺ എക്സസ് യൂസ് ഓഫ് സാൾട്ട് ആൻഡ് ഫാറ്റ്. സാൾട്ടും ഫാറ്റും കൂടുതലായി ഉപയോഗിക്കുന്നതാണ് ഇതിനൊരു കാരണം. പിന്നെ സ്മോക്കിങ്, ലാക്ക് ഓഫ് എക്സസൈസ് എക്സെട്ര. നെക്സ്റ്റ് ഹൈപ്പോ ടെൻഷനാണ്. അവിടെ കൊടുത്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻക്രീസസ് അബവ് എന്നുള്ള ഡിക്രീസസ് ബിലോ. ഓക്കെ, ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ BP ഡിക്രീസസ് ബിലോ ദ നോർമൽ റേറ്റ് ഈസ് കോൾഡ് ഹൈപ്പോ ടെൻഷൻ. അതായത് ബ്ലഡ് പ്രഷർ നോർമൽ റേറ്റിൽ നിന്നും കുറയുക, അതാണ് ഹൈപ്പോ ടെൻഷൻ. ബോത്ത് ദ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോ ടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. ഈ ഹൈപ്പർ ടെൻഷൻ ആയാലും ഹൈപ്പോ ടെൻഷൻ ആയാലും സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ കാരണമാകുന്നു. നെക്സ്റ്റ് വേൾഡ് ഹാർട്ട് ഡേ. എന്നാണ് വേൾഡ് ഹാർട്ട് ഡേ? September 29. ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് അവർ ഹാർട്ട്. നമ്മൾ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്, എക്സസ് ഫാറ്റി ആൻഡ് സാൾട്ടി ഫുഡ്, ലാക്ക് ഓഫ് എക്സസൈസ്, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, സ്മോക്കിംഗ് എക്സെട്ര. എന്തൊക്കെ പറഞ്ഞത്? നമ്മളെ ഫുഡ് ഹാബിറ്റിൽ ചേഞ്ച് വരുത്തുക, അതായത് ഒരുപാട് ഫാറ്റും സാൾട്ടി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത്, അതുപോലെ എക്സസൈസ് കുറയാം, ആൽക്കഹോളിൻ്റെ ഉപയോഗം, അതുപോലെ സ്മോക്കിങ്, ഇതൊക്കെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ കൺസംഷൻ ഓഫ് എക്സസ് ഫാറ്റി ഫുഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഹെൽത്ത് ഓഫ് ഹാർട്ട്. എങ്ങനെയാണ് ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആത്രോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റ് ഡെപ്പോസിഷൻ ഇൻ ദ ആർട്ടീരിയൽ വാളിൽ ഫാറ്റ് ഡെപ്പോസിഷൻ. ഇന്നർ ഡയമീറ്റർ ഓഫ് ആർട്ടറി റെഡ്യൂസസ്. ആർട്ടറിയുടെ ഇന്നർ ഡയമീറ്റർ കുറയുന്നു. വാൾ ബിക്കംസ് റിജിഡ്, ലൂസിങ് ഇറ്റ്സ് ഇലാസ്റ്റിസിറ്റി. ആർട്ടറി വാളിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അത് റിജിഡ് ആവുന്നു. റപ്ചർ ഓഫ് സ്മോളർ ആർട്ടറീസ് കോസസ് ഇൻറ്റേർണൽ ബ്ലീഡിങ്. അതിന് റപ്ചർ, അതിൻ്റെ ഇന്നർ വശം ആർട്ടറിയുടെ ഉൾവശങ്ങളിൽ ചെറിയ റപ്ചർ ആവുന്നു. ഓക്കെ, അത് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നാലോ? ഫോർമേഷൻ ഓഫ് ത്രോംബസ് ഡ്യൂ ടു ക്ലംപിംഗ് ഓഫ് RBCs കൂടി ചെന്നിട്ട് അവിടെ ഒരുപാട് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകുന്നു. ത്രോംബസ് ഇൻ ദ കൊറോണറി ആർട്ടറി മേ ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്. ഈ ബ്ലഡ് ക്ലോട്ട് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. നെക്സ്റ്റ് ലിംഫാണ്. ദ കളർലെസ് ഫ്ലൂയിഡ് സീൻ ഇൻസൈഡ് ദ ലിംഫ് വെസൽ. ലിംഫ് വെസലിൽ കാണുന്ന കളർലെസ് ഫ്ലൂയിഡിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ഊസസ് ഔട്ട് ഇൻ ടു ദ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ടു ഫോം ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് ബ്ലഡിലെ ലിക്വിഡ് പാർട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊർന്നിറങ്ങി അത് ടിഷ്യൂ ഫ്ലൂയിഡായി മാറുന്നു. ആൻഡ് വെൻ ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ദ ലിംഫ് കാപ്പിലറീസ്, ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഈ ഫ്ലൂയിഡിനെ ലിംഫ് എന്ന് പറയുന്നു. ലിംഫ് ഡസ് നോട്ട് കണ്ടെയ്ൻ RBC. ലിംഫിൽ RBC അടങ്ങിയിരിക്കുന്നില്ല. പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസോ പ്ലേറ്റ്ലെറ്റ്സോ RBCയോ ലിംഫിൽ ഇല്ല. ഓക്കെ, ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ലിംഫ് കാപ്പിലറീസ്, ലിംഫ് ഡക്റ്റ്, ലിംഫ് നോഡ്സ് ആൻഡ് എൻ ഓർഗൻ ദ സ്പ്ലീൻ. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ലിംഫ് കാപ്പിലറീസും ലിംഫ് ഡക്റ്റും ലിംഫ് നോഡും ആൻഡ് സ്പ്ലീൻ എന്ന ഒരു ഓർഗനും ആണ്. അടുത്തതായി ഫങ്ഷൻസ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റംസ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ്
ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഹെൽപ്പ് ടു ബ്രിങ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ബാക്ക് ടു ബ്ലഡ്, ടിഷ്യൂ ഫ്ലൂയിഡിനെ ബ്ലഡിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, ആൻഡ് ട്രാൻസ്പോർട്ട് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ഹാർട്ട് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ഹാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ഹൗ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ റീച്ച് ടു ഹാർട്ട് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എങ്ങനെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഹാർട്ടിലെത്തുന്നത് എന്ന ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, ലാക്റ്റിയൽ ഇൻ ദ വില്ലേ, സ്മോൾ ലിംഫ് ഡക്റ്റ്, ലാർജ് ലിംഫ് ഡക്റ്റ്, ബ്ലഡ് ഇൻ ദ വീന കവ ആൻഡ് ഹാർട്ട്. ഓക്കെ, അടുത്തതായിട്ട് വാസ്കുലർ ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ആണ് സൈലം ആൻഡ് ഫ്ലോയം. സൈലം, കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സാൾട്ട് ഫ്രം റൂട്ട്സ്, ചെടികളിലെ റൂട്ടിൽ നിന്നുള്ള വാട്ടറിൻ്റെയും സാൾട്ടിൻ്റെയും ഒക്കെ സംവഹനം, അതാണ് സൈലത്തിൻ്റെ ഫങ്ഷൻ. ഫ്ലോയം, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം ലീവ്സ്, ലീവ്സിൽ നിന്ന് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ള സൈലം ഫ്ലോയം തമ്മിലുള്ള ഡിഫറൻസ്. സൈലം വെസൽസ് വിച്ച് ക്യാരി വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു വേരിയസ് പാർട്ട് ഓഫ് പ്ലാന്റ്, അതായത് സൈലം വാട്ടറും മിനറൽസും ഒക്കെ റൂട്ടിൽ നിന്ന് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നു. എന്നാൽ ഫ്ലോയം വെസൽസ് വിച്ച് ക്യാരി ഫുഡ് ഇൻ ടു ദ ഫോം ഓഫ് സൂക്രോസ് ഫ്രം ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അതായത് ലീഫിൽ നിന്ന് ഫുഡ് സൂക്രോസിൻ്റെ ഫോമിൽ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ്, സൈലം include mainly the tracheids and long pipe-like vessels. Both are dead cells. സൈലത്തിൽ ട്രക്കേഡ്സും വെസൽസും അടങ്ങിയിരിക്കുന്നു. ഫ്ലോയം include mainly the sieve tube having pores to connect cytoplasm and companion cells. ഫ്ലോയത്തിലോ സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ആണ് അടങ്ങിയിരിക്കുന്നത്. സീവ് ട്യൂബിൽ ഒരുപാട് പോർസ് ഉണ്ട്, സൈറ്റോപ്ലാസമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർസ് ഉണ്ട്. അതുപോലെ ഡയഗ്രാം തന്നിട്ട് സൈലം ആണോ ഫ്ലോയ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. സോ ആ പിക്ചറും വരച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ ദ സൈലം? സൈലത്തിലൂടെ വാട്ടറിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, റൂട്ട് പ്രഷർ. റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എ പ്രഷർ എക്സേർട്ടഡ് ഇൻ റൂട്ട്, റൂട്ടിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ് ഡ്യൂ ടു ഓസ്മോസിസ്. ഓസ്മോസിസിലൂടെ റൂട്ടിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് വാട്ടർ, ഇത് വാട്ടറിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. എന്താണ്? മോളിക്യൂൾസ് ടു സ്റ്റിക്ക് ദംസെൽസ്, വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ സ്റ്റിക്കാവുന്ന ഒരു കപ്പാസിറ്റിയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അഡിഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു സ്റ്റിക്ക് വിത്ത് ദ വാൾസ് ഓഫ് വെസൽസ്, വെസൽസിലെ വാൾസിലേക്ക് വാട്ടർ മോളിക്യൂൾസ് സ്റ്റിക്കാവുന്ന വാട്ടർ കപ്പാസിറ്റിനെയാണ് അഡിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്പിരേഷൻ പുൾ. Transpiration pull in the leaves a tendency to move water towards the cells, അതായത് വാട്ടറിന് എന്താ പറയുക, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, സെൽസിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. വാട്ടർ ഈസ് ലോസ്ഡ് ബൈ ട്രാൻസ്പിറേഷൻ, ട്രാൻസ്പിറേഷനിലൂടെ എവിടെയാണ് വാട്ടർ ലോസ് ഉണ്ടായിരിക്കുന്നത് ആ സെൽസിലേക്ക് മൂവ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ ഒരു ടെൻഡൻസി, അതിനെയാണ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്പിറേഷൻ. എന്താണ് ട്രാൻസ്പിറേഷൻ? ദ എക്സ്പെൽ ഓഫ് വാട്ടർ ഫ്രം ലീവ്സിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോവുക ത്രൂ ദ സ്റ്റൊമാറ്റ ബൈ ഇവാപ്രേഷനിലൂടെ സ്റ്റൊമാറ്റയിലൂടെ ലീഫിലുള്ള വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 പോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ലീഫുള്ള പ്ലാന്റിലാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്പിറേഷൻ നടക്കുന്നത് അല്ലേ. ഓൺലി പ്ലാന്റ്സ് വിത്ത് ലീവ്സ് ഷോ ട്രാൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.